ഹാരിസ് ചിറക്കലിനെ കൊടുക്കാൻ നീക്കവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാർ. ഇന്നലെ ഹാരിസിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ബോക്സ് കണ്ടെത്തിയെന്നും ഇതിൽ ചില ബില്ലുകളുണ്ട് എന്നും പ്രിൻസിപ്പൽ ആരോപിച്ചു. ഒരാൾ മുറിയിലേക്ക് കയറുന്ന CCTV ദൃശ്യങ്ങളുണ്ട്, അസ്വാഭാവികതയുണ്ട് എന്നും അന്വേഷണം വേണമെന്നും വാർത്താ സമ്മേളനത്തിൽ പി.കെ. ജബ്ബാർ ആവശ്യപ്പെട്ടു. ആദ്യം ആ പ്രതികരണം കാണാം. CCTV നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി, ഒരു അടയാളമായി കാണുന്നു. അപ്പോൾ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന നടത്തേണ്ടിയിരിക്കും. അത് CCTV ഒന്നുകൂടെ പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് ശ്രീജു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിശദമായി പരിശോധിക്കാൻ കാര്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ അതിന് അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു ക്ലിപ്പുമായത് വ്യക്തത വേണം. വ്യക്തത ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ടില്ലാതെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. വ്യക്തത കുറവാണ്. അത് ഒരു ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ. ഇനി ഫർദർ അത് ഡീറ്റെയിൽ ആയിക്കട്ടെ. അല്ല, അത് ഫർദർ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. പൂട്ട് പൊളിച്ചിട്ടില്ല. വിവരങ്ങളുമായി പ്രജിത് മോഹനിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഡോക്ടർ ഹാരിസിനെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാറാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി ചില കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നലെ ഹാരിസിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ബോക്സ് കണ്ടെത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ചില ബില്ലുകൾ ഉണ്ടായിരുന്നു. ഒരാൾ മുറിയിലേക്ക് കയറുന്ന CCTV ദൃശ്യങ്ങളുണ്ട്, അസ്വാഭാവികത ഉണ്ട് എന്നും അന്വേഷണം വേണമെന്നുമാണ് വാർത്താ സമ്മേളനത്തിൽ പി.കെ. ജബ്ബാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഹാരിസിനെ കൊടുക്കുക എന്ന ഒരു ലക്ഷ്യം ജബ്ബാറിന് ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു അത്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ നല്ലൊരു ഡോക്ടറാണ്, മികച്ച ഡോക്ടറാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. പിന്നീടാണ് അദ്ദേഹത്തിനെതിരെയുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങി വച്ചത്. എന്തായാലും ഇത്തരത്തിൽ പ്രിൻസിപ്പൽ കൂടി രംഗത്ത് വരുന്നതോടുകൂടി എന്താണ് ഹാരിസിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്തായാലും അവധിയിൽ പോയ അദ്ദേഹം നാളെ ജോലിയിൽ തിരികെ പ്രവേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തന്നെ കൊടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് ഡോക്ടർ ഹാരിസ് തിരിച്ചറിയുന്നുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഇതിനിടെ വരികയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ പ്രിൻസിപ്പൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും പ്രജിത് മോഹനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പ്രജിത്ത്, ഈ പി.കെ. ജബ്ബാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ്. അദ്ദേഹത്തിന്റെ ഈ വാർത്താ സമ്മേളനത്തിന് പിന്നിലെ ലക്ഷ്യം എന്തായിരിക്കും പ്രജിത്ത്? കൃത്യമായി പറയാൻ കഴിയും. അവിടെ നടന്ന ചില ആസൂത്രിതമായ ശ്രമങ്ങൾ അത് ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ വേണ്ടി തന്നെ നടന്നു എന്നുള്ളത് ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പതറിപ്പോയ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനൊക്കെ തുറന്ന് സമ്മതിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. കാരണം അവരെത്തിയിരുന്നത് പ്രസ് മീറ്റ് നടത്താൻ എത്തുന്നത് ഹാരിസിന്റെ ഒരു ആരോപണം ഇന്ന് ഈ KGM-CT അടക്കമുള്ളവർ ഉയർത്തിയതാണ്. കാരണം ഹാരിസ് തന്നെ വ്യക്തിപരമായി കൊടുക്കാനും ആക്രമിക്കാനും ഒക്കെ ശ്രമിക്കുന്നു, ഓഫീസ് മുറി മറ്റൊരു പൂട്ടിയതിൽ അധികൃതർക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട് എന്നൊക്കെയുള്ള കാര്യം കാട്ടി അദ്ദേഹം KGM-CT ഭാരവാഹികൾക്കൊരു കുറിപ്പ് നൽകിയിരുന്നു. അതിൽ ഈ ഉപകരണം കാണാതായത് അടക്കമുള്ള അല്ലെങ്കിൽ ഉപകരണം കാണാതായിട്ടുള്ള അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ കൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വിഷയം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുകയും അവിടെ നടന്ന പല കാര്യങ്ങളും പറയാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശദീകരണമൊക്കെ നൽകിയിരുന്നു. അത് ആദ്യം തന്നെ പറയുന്നത് ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രിൻസിപ്പളും സൂപ്രണ്ടും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ്. അവർ രണ്ടുപേരും പറയുന്നത് പലതും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ ഹാരിസിനെ അവിടെ ഇല്ലാത്തൊരു സമയത്താണ് അവർ പരിശോധന നടത്തി എന്നുള്ളത് കൂടി അതിന് പിന്നിൽ കാണേണ്ടതുണ്ട്. ഇനി അവർ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഈ ആദ്യ പരിശോധനയിൽ ഈ പറയുന്ന ഉപകരണം അവിടെ കണ്ടെത്തി അല്ലെങ്കിൽ ഡോക്ടർ പരിശോധന കാണാനില്ലെന്ന് പറയുന്ന ഉപകരണം അത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡോക്ടർ ഹാരിസ് നല്ല ഡോക്ടറാണ്, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളാണെന്നൊക്കെയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് വരുമ്പോഴേക്കും ഈ മന്ത്രി പറഞ്ഞ ചില വാചകങ്ങൾ, അതായത് മന്ത്രി നേരത്തെ അന്വേഷണ സമിതിയെ കോട്ട് ചെയ്തുകൊണ്ട് ഈ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ അതിന്റെ ചില ഭാഗങ്ങൾ കാണാനില്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി. അന്ന് തന്നെ കൃത്യമായി ഹാരിസിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് വ്യക്തമായതാണ്. പിന്നാലെ ഹാരിസ് എത്തുന്നു. എല്ലാ വർഷവും ഈ ഉപകരണങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഉപകരണങ്ങൾ കൃത്യമായി മെഡിക്കൽ കോളേജിൽ തന്നെ ഉണ്ട് എന്ന് ഹാരിസ് കൃത്യമായി പറയുന്നു. അവിടെ നിന്ന് ഒന്നും കാണാതായിട്ടില്ല, MP ഫണ്ട് കൊടുത്ത് വാങ്ങിച്ച ഉപകരണമാണ്, എല്ലാ വർഷവും ഓഡിറ്റ് നടപടികൾ നടക്കുന്നുണ്ട് എന്നുള്ള ഹാരിസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. പിന്നാലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള പരിശോധന നടത്തിയപ്പോഴും ഈ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയതുമാണ്. അതിനുശേഷം
ശേഷമാണ് മറ്റൊരു നീക്കം അവിടെ നടക്കുന്നതായി തോന്നുന്ന രീതിയിൽ ഇന്ന് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ എത്തുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നത്. കാരണം കാനാലിൽ എന്ന് പറയുന്ന ഉപകരണം യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഉപകരണം തന്നെയാണ് പഴയതെന്ന് തോന്നിച്ച് അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഉറപ്പിച്ചു പറയാൻ തങ്ങൾക്ക് കഴിയുന്നില്ല എന്നൊരു നിലപാട് അവർ പറയുന്നുണ്ട്. അതോടൊപ്പമാണ് കഴിഞ്ഞ 3 തവണയായി നടത്തിയ പരിശോധനയിൽ ആദ്യത്തെ ദിവസം ഹാരിസിന്റെ റൂമിൽ നടത്തിയ പരിശോധനയിൽ കാണാത്തെത്തിയൊരു പുതിയ ബോക്സ് കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ അവിടെ കണ്ടെത്തുന്നു. അതിലൊരു അസ്വാഭാവികത തോന്നി. അതുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തി 6-ാം തീയതി വീണ്ടും പരിശോധന നടത്തുന്നു. അങ്ങനെ ഉപകരണത്തിന്റെ പേരെഴുതിയ ഒരു ബോക്സ് കണ്ടെത്തുന്നു. അവിടെ ഒരു ബില്ല് കിട്ടിയിരിക്കുന്നത് മോസിലോസ്കോപ്പ് എന്നുള്ള ഉപകരണം August 2 വാങ്ങി എന്നുള്ള രീതിയിൽ ഒരു തെളിവ്, ഒരു ബില്ലിന്റെ രൂപത്തിൽ ഒരു തെളിവ് തങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പതറിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ഉപകരണത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താത്തൊരു ഉപകരണം താക്കോൽ ഈ പറയുന്ന രീതിയിൽ ആ റൂമിന്റെ താക്കോൽ, അതായത് HODയുടെ റൂമാണ്, ഹാരിസിന്റെ റൂമാണ്. ഹാരിസിന്റെ റൂമിന്റെ താക്കോൽ അവിടുത്തെ മറ്റൊരു ഡോക്ടറായിട്ടുള്ള ടോണിയുടെ കൈവശമായിരുന്നു. അത് ടോണിയുടെ കൈവശം എന്ന് പറയുമ്പോൾ അത് ആശുപത്രി അതിന്റെ കൈവശം തന്നെയായിരുന്നു. അങ്ങനെ പൂട്ടിയിട്ടിരുന്ന ഒരു റൂമിൽ പിന്നീട് പരിശോധന നടത്തുമ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു പുതിയ ഉപകരണം, ഒരു നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം